ഹലോ നമസ്കാരം, ഞാൻ പ്രീത മേരി തോമസ്. ഞാൻ ഓൾറെഡി ഈയിടെ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന ഈ പുസ്തകം വാങ്ങിച്ച് അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എങ്ങനെയാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയതെന്ന് നിങ്ങളെ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. എഴുതിയിടുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഭംഗിയെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇത് ആ റീൽസ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പേര് ഈ പുസ്തകത്തെ പറ്റി ചോദിച്ചിരുന്നു. ഇതെങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചിരുന്നു. എന്നോട് ലിങ്ക് വാങ്ങിയ ആളുകളുണ്ട് ഈ പുസ്തകം. ഇതിൽ തന്നെ ഈ പുസ്തകം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇത് വീട്ടിൽ വരുമ്പോൾ എന്തായിരിക്കും വീട്ടിലുള്ളവർ കരുതുക എന്ന് കരുതി വാങ്ങിക്കാതിരിക്കുന്നവരും കാണും. നിങ്ങൾ മനോഹരമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ വിവാഹബന്ധത്തിൽ നിന്നും പിന്തിരിക്കത്തക്ക, അല്ലെങ്കിൽ അങ്ങനെ പിന്തിരിപ്പിക്കത്തക്ക, വിവാഹം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പിന്തിരിപ്പിക്കത്തക്ക യാതൊരു കാരണങ്ങളും ഈ പുസ്തകത്തിലില്ല. പകരം ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്നിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ വിവാഹബന്ധം കഴിഞ്ഞ് വേർപെടുത്തിയ ശേഷം ഇനി എങ്ങനെ ജീവിക്കുമെന്ന് കരുതുന്ന സ്ത്രീകൾക്ക് സർവൈവ് ചെയ്യാൻ ഒരു ബലം കൊടുക്കാൻ ഒക്കെ ഉതകുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഇതിലെഴുതിയിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതം തികച്ചും വ്യത്യസ്തങ്ങളായ ജീവിതങ്ങളാണ്. നമുക്കറിയാം, സമൂഹത്തിൽ പലതരത്തിലുള്ള ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെയും ജീവിത രീതികളും സാഹചര്യങ്ങളും ഒക്കെ തികച്ചും വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പം അവർക്കുണ്ടായ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പോൾ ഈ ബുക്ക് ആദ്യം വന്ന സമയത്ത്, ഞാൻ ഈ ബുക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിൻ്റെ ടൈറ്റിൽ വായിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മകൾ എന്നോട് ചോദിച്ചൊരു കാര്യം, ഹാപ്പിലി ഡിവോഴ്സ്ഡ് എങ്ങനെയാകാൻ പറ്റുന്നത്? ഡിവോഴ്സ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണോ എന്നാണ് ചോദിച്ചത്. വളരെ 7 വയസ്സുള്ള ഒരു കുട്ടിയാണ് ചോദിച്ചതെന്ന് ചിന്തിക്കണം. ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം ഒട്ടും ഒരു സന്തോഷം ഉള്ള അനുഭവമല്ല, വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ആളുകൾ ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, ഒത്തുപോകുന്നില്ല എന്ന് കാണുമ്പോൾ വേദനയോട് എടുക്കുന്ന തീരുമാനമാണ് വിവാഹ ജീവിതത്തിൽ നിന്ന് പിന്മാറുക, വേർപിരിയുക എന്നൊക്കെയുള്ളത്. അതൊട്ടും സന്തോഷകരമായ ഒരു അനുഭവമല്ല. അതിൽ കൂടെ കടന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചിട്ടുള്ള പല സുഹൃത്തുക്കളെയും കണ്ടിട്ടുണ്ട്. സമപ്രായക്കാരായ സുഹൃത്തുക്കളെയും മുതിർന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊട്ടും സുഖകരമല്ലാത്തൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വിവാഹം എന്ന് പറയുന്നത് ഒരു മനോഹരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്നും മനോഹരമായ കുടുംബജീവിതങ്ങൾ ആരിലും അസൂയ ഉളവാക്കുന്നതാണെന്നും ഒക്കെ എനിക്കറിയാവുന്നതാണ്. എങ്കിലും അതേപോലെ തന്നെ ഒരു വിവാഹബന്ധത്തിൽ, ടോക്സിക് ആയുള്ള വിവാഹബന്ധത്തിൽ അസംതൃപ്തരായി കുടുങ്ങിക്കിടക്കുന്നത് ഗുണത്തേക്കാൾ ഉപരിയായി ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നും സമൂഹം വിവാഹബന്ധത്തിൽ നിന്ന് ഒരാൾ പിന്മാറുക എന്ന് പറയുമ്പോൾ എന്തോ വലിയ പാപം ചെയ്തതുപോലെ, അല്ലെങ്കിൽ അതോടുകൂടി ആളുകളുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതം. ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ അനുഭവങ്ങളും എൻ്റെ മനസ്സിൻ്റെ മുന്നിലൂടെ കടന്നുപോയി. അതിൻ്റെ തീവ്രതകൾ നമ്മുടെ ഹൃദയത്തെ നന്നായി തൊടും. പ്രധാനമായും ഇതിൽ പല ആളുകളെയും നമുക്ക് മുഖപുസ്തകത്തിലൂടെ തന്നെ പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ കഥകൾ പറയുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ വ്യക്തികളെ നമ്മൾ ഓൾറെഡി അവരെ പറ്റി അറിഞ്ഞിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് ലാസ്റ്റിൽ എഴുതിയിരിക്കുന്ന ലീന തോമസ് കാപ്പൻ്റെ എഴുത്തിൽ ഒരു കണ്ടതുപോലെ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നറിയാവുന്ന ഒരാൾ തൻ്റെ പിതാവിനോട് വിവാഹബന്ധത്തിൽ നിന്ന് താൻ പിന്മാറുമെന്ന് അറിയിക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കൾക്ക് അത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുമോ, അല്ലെങ്കിൽ തന്നെ സഹോദരിയുടെ വിവാഹത്തെ അത് ബാധിക്കുമോ, അല്ലെങ്കിൽ തന്നെ മകന് അതെങ്ങനെ തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാകും എന്നൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് ഇത് അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു ഭാഗം പറയുന്നുണ്ട്. പലപ്പോഴും പല ആളുകളും പല ബന്ധങ്ങളിലും കുടുങ്ങിക്കിടക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു വാക്കും ഇതാണ്: ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. മനുഷ്യൻ കൂട്ടിച്ചേർത്തതിനെ ദൈവം യോജിപ്പിച്ചു എന്ന് കരുതി ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ബുക്ക് നല്ല ഒരു വഴികാട്ടിയാണെന്ന് തന്നെ പറയാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കുറിപ്പുകളൊക്കെയും അവർക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ ആത്മവിശ്വാസം കൊടുക്കുന്നവയാണ്. ഇനി നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ലെന്നും മനോഹരമായ ഒരു ജീവിതം ഇനിയും നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ടെന്നും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു പുസ്തകം കൂടിയാണിത്. വിവാഹം മനോഹരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ വിവാഹബന്ധത്തിൽ, ടോക്സിക് ആയിട്ടുള്ള വിവാഹബന്ധങ്ങളിൽ കുടുങ്ങിക്കിടന്ന് സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നത് വലിയൊരു നരകം തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പം പലതരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ഈ പുസ്തകം എനിക്ക് വായിക്കാനും ഒക്കെ തോന്നിയ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ സൊസൈറ്റി, സമൂഹം വിവാഹമോചിതരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ നിന്ന് പുറത്തു കിടന്നവരെ സർവൈവ് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ വായിച്ചറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടുകൂടിയാണ്. ഇതിനെ ഇനിഷ്യേറ്റീവ് എടുത്ത ശ്രീമതി നിഷ രത്നമ്മയോട് പ്രത്യേകമുള്ള നന്ദി പറയുന്നു. ഇത് ഒരുപാട് പേർക്ക് സ്ട്രെങ്ത് തരുന്ന ഒരു പുസ്തകമായിട്ട്. ഇനിയും ഇത് ആരും വായിച്ചിട്ടില്ലെങ്കിൽ വെറും 200 രൂപ മാത്രമേ ഈ പുസ്തകത്തിനുള്ളൂ. നിങ്ങളൊക്കെ ഇത് വായിക്കണം. നമുക്കിത് എല്ലാവർക്കും ഒരു സമൂഹത്തിലെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നേരിട്ട് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു അവസരം കൂടിയാണ്.